കൗതുകകരമായ സംശയങ്ങളും ഉത്തരങ്ങളും കോട്ടുവായ ഒരു പകർച്ചവ്യാധിയാണോ? ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചാൽ നൂറുകണക്കിന് സംശയങ്ങളാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്. നമുക്ക് ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു ജീവികൾ എന്തെല്ലാം കൗതുക കാഴ്ചകൾ സൂക്ഷിക്കുന്നുണ്ടെന്നറിയണ്ടേ? അതായത് തവളകൾ ആഹാരം കഴിക്കുന്നതിൽ കണ്ണുകൾക്ക് എന്താണ് റോള്? ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കഴിഞ്ഞിട്ടും ഒരു തുള്ളി വെള്ളം കുടിക്കാത്ത ആ ജീവി ഏതാണ്? കണ്ണീര് കുടിക്കുന്ന പൂമ്പാറ്റ എന്ന് തുടങ്ങി അനവധി കൗതുക കാഴ്ചകളുമായി ഇന്നും നിങ്ങളുടെ ഫാക്സ് മോജോ എത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുവാൻ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സ്വാഗതം. നിങ്ങളുടെ ടൂത്ത്പേസ്റ്റിൽ മധുരമുണ്ടോ? പല്ല് തേക്കുമ്പോൾ ടൂത്ത്പേസ്റ്റിന്റെ മധുരരസം ആസ്വദിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. എന്തുകൊണ്ടായിരിക്കും ടൂത്ത്പേസ്റ്റിൽ മധുരരസം? ഈ മധുരം സ്ഥിരമായി വായിലെത്തുമ്പോൾ നമ്മുടെ പല്ലുകൾ കേടാവില്ലേ? സംശയങ്ങൾ ഒത്തിരിയാണ് അല്ലേ? നമുക്കറിയാം, ബാക്ടീരിയകൾ മധുരമുള്ള സൂക്രോസ് പോലുള്ള ചിലതരം പഞ്ചസാര ഇഷ്ടപ്പെടുന്നു. അതിജീവിക്കുവാനും പെരുകുവാനും ഇവ പഞ്ചസാര കഴിക്കുകയും വിഘടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ബാക്ടീരിയകൾ കഴിക്കാത്ത മധുരമുള്ള വസ്തുക്കളുമുണ്ട്. സൈനിറ്റോൾ, സോർബിറ്റോൾ, സാക്ചറൈൻ തുടങ്ങിയവയാണവ. ബാക്ടീരിയകൾ ഇത് കഴിക്കുകയാണെങ്കിൽ അത് വിഘടിച്ച് ബാക്ടീരിയകളെ പെരുകുവാൻ അനുവദിക്കുന്നില്ല. ഉപയോക്താക്കൾക്ക് ഉപ്പിട്ട ടൂത്ത്പേസ്റ്റിനേക്കാൾ മധുരമുള്ള ടൂത്ത്പേസ്റ്റാണ് ഇഷ്ടമെന്ന് നിർമ്മാതാക്കൾക്കറിയാം. കൂടാതെ ടൂത്ത്പേസ്റ്റിൽ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ SLS പോലുള്ള ചില കൈപ്പേറിയ ടാസ്കിംഗ് അഡിറ്റീവുകൾ ഉള്ളതിനാൽ ഇത് മാസ്ക് ചെയ്യാനായി അവർ നേരത്തെ പറഞ്ഞ ഒന്നോ ഒന്നിലധികമോ സ്വീറ്റ് കണ്ടൻസ് ചേർക്കുന്നു. ഇവയ്ക്ക് നല്ല രുചിയാണെന്ന് മാത്രമല്ല, അവ ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. പൂച്ചമൂത്രത്തിന്റെ തിളക്കം. എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്ന പൂച്ചകളെ നമുക്കറിയാം. എന്നാൽ പൂച്ചമൂത്രത്തിന്റെ പ്രത്യേകത അറിയാമോ? പൂച്ചമൂത്രത്തിന്റെ പ്രധാന പ്രത്യേകത അത് അൾട്രാവയലറ്റ് രശ്മികൾ പതിക്കുമ്പോൾ തിളങ്ങാറുണ്ടെന്നതാണ്. പൂച്ചയുടെ മൂത്രത്തിൽ ഫോസ്ഫറസ് മൂലകത്തിന്റെ സാന്നിധ്യം ധാരാളം ഉണ്ടെന്നതാണ് ഇതിന്റെ കാരണം. അതിപ്പോൾ അറിഞ്ഞിട്ടെന്തിനാണ് എന്ന് ചോദിക്കരുത്. ഉദാഹരണത്തിന്, ഏതെങ്കിലും മാർജാരന്മാർ നിങ്ങളുടെ വീടിനുള്ളിൽ എവിടെയെങ്കിലും കാര്യസാധ്യം നടത്തി നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുകയാണെങ്കിൽ ആ സ്ഥലം തെരഞ്ഞുപിടിക്കാൻ ഇനി മുതൽ ഈ ട്രിക്ക് ഉപയോഗിച്ചു നോക്കൂ. പിന്നെ പൂച്ചകളുടെ മൂത്രത്തിൽ മാത്രമല്ല, നമ്മുടെ യൂറിനിലും ഫോസ്ഫറസിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ നമ്മൾ അത് ഇങ്ങനെ കാണിച്ചു പറഞ്ഞു നടക്കില്ലെന്ന് മാത്രം. കണ്ണടച്ചാൽ കാണുന്ന വെള്ളാരം പൊട്ടുകൾ. ഒരുപാട് നേരം കണ്ണടച്ചിരിക്കുമ്പോൾ കണ്ണിൽ ഒരു കറുത്ത സ്പോട്ട് പരക്കുന്നത് അനുഭവപ്പെട്ടിട്ടില്ലേ? വെളിച്ചത്തിലേക്ക് നോക്കിയാലും ഇത്തരം അനുഭവം ഉണ്ടാകാറില്ലേ? എന്തായിരിക്കും അതിനു പിന്നിൽ? ചിന്തിച്ചിട്ടുണ്ടോ? ഐ ഫ്ലോട്ടേഴ്സ് അഥവാ ഫ്ലാഷുകൾ എന്നാണ് ഈ പ്രതിഭാസത്തിന്റെ പേര്. നിങ്ങളുടെ കണ്ണിലെ ജെല്ല് പോലുള്ള പദാർത്ഥം സ്വാഭാവികമായി ചുരുങ്ങുന്നതിനാലാണ് ഐ ഫ്ലോട്ടുകളും ഫ്ലാഷുകളും ഉണ്ടാകുന്നത്. ഫ്ലോട്ടുകൾ നിങ്ങളുടെ കണ്ണിന് മുന്നിൽ ചെറിയ ആകൃതികളായി ദൃശ്യമാകും. അതേസമയം ഫ്ലാഷുകൾ മിന്നൽ അല്ലെങ്കിൽ ക്യാമറ ഫ്ലാഷുകൾ പോലെ കാണപ്പെടും. ഫ്ലോട്ടുകൾ വളരെ സാധാരണമാണ്. എന്നാൽ അമിതമായി അനുഭവപ്പെടുന്ന ഐ ഫ്ലോട്ടുകൾ റെറ്റിന ഡിറ്റാച്ച്മെന്റ് പോലുള്ള ഗുരുതര നേത്ര രോഗങ്ങളുടെ ലക്ഷണവുമാകാം. കണ്ണിനകത്ത് സുഷിരങ്ങളോ? പേടിക്കണ്ട, ഈ സുഷിരങ്ങൾ കുഴപ്പക്കാരല്ല കേട്ടോ. ലാക്രിമൽ പങ്ക്ടം എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. കൺപോളയുടെ ഒരു മൂലയിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. കണ്ണുനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ ശേഖരിക്കുകയും അതിനെ ലാക്രിമൽ കനാൽ വഴി ലാക്രിമൽ സാക്കിൽ എത്തിക്കുകയും പിന്നീട് അത് നേസോ ലാക്രിമൽ ഡക്ട് വഴി മൂക്കിൽ എത്തിക്കുകയും ചെയ്യുന്നു. കണ്ണിനെ ഡ്രൈ ആക്കി വെക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ സുഷിരങ്ങളാണ്. കോരിത്തരിപ്പിക്കുന്ന തണുപ്പിലും നമ്മുടെ കണ്ണുകൾ എന്തുകൊണ്ടാണ് മരവിക്കാത്തതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ അതിനുള്ള ഉത്തരമിതാ. നമ്മുടെ കണ്ണുകളിൽ അതിനനുയോജ്യമായ നിരവധി സവിശേഷതകളുണ്ട്. അതിൽ പ്രധാനം കണ്ണീരിലെ ഉപ്പിന്റെ അംശമാണ്. ഇത് കണ്ണിന്റെ ഉള്ളിലെ താപനില ക്രമീകരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു. വല വിരിക്കുവാൻ കഴിവുള്ള റിബൺ വേംസ്. സാധാരണ മണ്ണിരകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നാണ് റിബൺ വേംസ്. കണ്ണുകളില്ലാത്തവർ മുതൽ 80 കണ്ണുകൾ വരെയുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ഇവയ്ക്ക് വളരെ വിചിത്രമായ ഒരു സ്വഭാവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനായി ഇവ വളരെ കട്ടിയുള്ള ഒരു ദ്രാവകം പുറപ്പെടുവിക്കും. അതും ഒരു പ്രത്യേക ആകൃതിയിൽ പടർന്നു പിടിക്കുവാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു ദ്രാവകമാണിത്. ഇവയ്ക്ക് പ്രോബോസിസ് എന്നൊരു ശരീരഭാഗമുണ്ട്. ഇതാണ് ഇത്തരത്തിൽ ദ്രാവകം പുറപ്പെടുവിക്കുന്നത്. 98 അടി നീളമുണ്ടായിരിക്കും റിബൺ വേംസിന്. ശരീരം തന്റെ ഇഷ്ടാനുസരണം വലുതാക്കാനും ചുരുക്കാനും ഇവയ്ക്ക് നല്ല കഴിവുണ്ട്. തന്റെ തൊട്ടരികിൽ ഒരു ജീവിയുണ്ടെന്നറിഞ്ഞാൽ ഉടനെ തന്നെ പ്രോബോസിസ് ചുരുക്കുകയും അതുവഴി കട്ടിയുള്ള ദ്രാവകം ചീറ്റുകയും ചെയ്യും. ഡോൾഫിനുകൾ വെള്ളം കുടിക്കാറുണ്ടോ? നിങ്ങൾക്കറിയാമോ, ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കഴിയുന്ന ഡോൾഫിനുകൾ ഒരിക്കൽ പോലും വെള്ളം കുടിക്കാറില്ലത്രേ. ഡോൾഫിനുകൾ മാത്രമല്ല, കടലിലെ സസ്തിനികളായ തിമിംഗലം, സീൽ മുതലായവയും വെള്ളം കുടിക്കാറില്ലത്രേ. ഇതിന്റെ പ്രധാന കാരണം ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കുന്ന ഇവയ്ക്ക് കരയിലെ മറ്റ് ജീവജാലങ്ങളെപ്പോലെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ കരയിലെ ജീവജാലങ്ങളുടെ അത്രയും വെള്ളം ഇവയ്ക്ക് ആവശ്യമില്ല. മാത്രമല്ല, ഉപ്പുവെള്ളം കുടിക്കാനുള്ള ഒരു ശരീര സംവിധാനമല്ല അവയ്ക്കുള്ളത്. അപ്പോൾ കടലിലെ വെള്ളം കുടിക്കുകയും സാധ്യമല്ല. അപ്പോൾ ഇവയ്ക്ക് വെള്ളമേ വേണ്ടേ? വേണം. അവയുടെ ശരീരം പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ വെള്ളം അവ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫുൾ ടൈം വെള്ളത്തിൽ കിടന്നിട്ട് ഒരു തുള്ളി പോലും അടിക്കാത്ത ഇവർ മാസല്ലേ.
കോട്ടുവായ ഒരു പകർച്ചവ്യാധിയാണോ? ഇങ്ങനെ ഒരു സംശയം ഒരിക്കലെങ്കിലും തോന്നാത്ത ആരും തന്നെ ഉണ്ടാകില്ല. നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ കോട്ടുവായിട്ടാൽ ഉടനെ നമ്മളും കോട്ടുവായിടുന്നത് സ്വാഭാവികമാണ്. എന്തായിരിക്കും ഇതിനു പിന്നിലെ രഹസ്യം? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ സ്വാഭാവികമായ ശ്വസന പ്രക്രിയ നടക്കാതിരിക്കുകയും ശരീരത്തിനകത്ത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഈ സമയത്ത് ആവശ്യത്തിന് ഓക്സിജൻ വലിച്ചെടുക്കാനായി നടത്തുന്ന പ്രവർത്തനമാണ് കോട്ടുവായിടൽ അഥവാ യോണിംഗ്. എന്നാൽ ഒരാൾ കോട്ടുവായിടുമ്പോൾ അയാൾക്ക് ചുറ്റുമുള്ളവർക്കും ഇത് ചെയ്യാനുള്ള പ്രേരണയുണ്ടാകുന്നു. വിദഗ്ധർ ഇതിനെ സോഷ്യൽ മിററിംഗ് എന്ന് വിളിക്കുന്നു. കൂടാതെ ബ്രെയിൻ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിനും യോണിംഗ് സഹായിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ കോട്ടുവായിടുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കണേ. തവളകൾ തിന്നുന്നത് കണ്ണുകൊണ്ടാണോ? തവളകൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ണുകൾ കൊണ്ടാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ വായ തുറക്കാൻ ചാൻസ് ഉണ്ട്, അല്ലേ? ഈ പറഞ്ഞ സംഗതിയിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. തവളകൾക്ക് കണ്ണുകൾ തുറന്നു വെച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇതിന്റെ കാരണം പറയാം. തവളകൾക്ക് നമ്മുടേതുപോലെ ഫുഡ് കഴിക്കാനുള്ള പല്ലുകളോ വായുടേതുപോലെയുള്ള ഘടനയോ ഇല്ല. പകരം അവ ആഹാരത്തെ അപ്പാടെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. തവളകളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അവയുടെ തലയോട്ടിയുടെ സൈസിനെ അപേക്ഷിച്ച് വലിയ കണ്ണുകളാണുള്ളതെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ആഹാരം ഉള്ളിലേക്ക് വിഴുങ്ങുന്നതിന് ഈ കണ്ണുകൾ കൂടി പ്രഷർ കൊടുക്കണം. അതായത് ആഹാരം വിഴുങ്ങുമ്പോൾ തവളകളുടെ കണ്ണുകൾ പതിയെ തലയോട്ടിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ പ്രഷർ ഉപയോഗിച്ചാണ് അത് ആഹാരത്തെ വയറ്റിലെത്തിക്കുന്നത് അത്രേ. ഇനി ഒരു വ്യത്യസ്തമായ പുസ്തകം കാണാം. ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിവെക്കും. എന്നാൽ അങ്ങനെ ഒരു സാധനമുണ്ടെന്ന് പിന്നെ മറന്നേ പോകും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കൂടിയുണ്ടോ? ഇങ്ങനെ പുസ്തക വായന നീട്ടി വെച്ച് മറന്നു പോകുന്നവരുടെ ഈ കാലതാമസമുണ്ടാക്കുന്ന ശീലമില്ലാതാക്കാൻ വേണ്ടിയും വായനയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയുമാണ് എറ്റേണ കെഡൻഷ്യ എന്നൊരു പബ്ലിഷിംഗ് കമ്പനി മാഞ്ഞു പോകുന്ന മഷി കൊണ്ട് പുസ്തകം അച്ചടിക്കുന്നത്. ഈ പുസ്തകം ആദ്യമായി ഓപ്പൺ ചെയ്ത് 2 മുതൽ 4 മാസത്തിനുള്ളിൽ അതിന്റെ ഉള്ളടക്കം മാഞ്ഞു തുടങ്ങും. ഇതിനകം അത് വായിച്ചു തീർക്കണം. അതായത് പുസ്തകങ്ങൾ വാങ്ങി വർഷങ്ങളോളം ഷെൽഫിൽ പൂജ വയ്ക്കാൻ സാധിക്കില്ലെന്ന് സാരം. ഇനി ഈ കാലാവധിയായ 3-4 മാസം കഴിഞ്ഞാൽ പിന്നെ അത് എഴുതാൻ ഉപയോഗിക്കാനേ കഴിയൂ. എങ്കിൽ പറയൂ, നിങ്ങൾ ഏറ്റവും ഒടുവിൽ വായിച്ച പുസ്തകത്തിന്റെ പേരോർമ്മയുണ്ടോ? ഇത്രയും വലിയ നാക്കോ? മരുഭൂമികളിൽ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവിയാണ് ഒട്ടകങ്ങൾ. ഒറ്റ പ്രാവശ്യം 15 ലിറ്റർ വെള്ളം വരെ അകത്താക്കാൻ കഴിയുന്ന ഇവയ്ക്ക് ശരീരഭാരത്തിന്റെ 40% വരെ ജലനഷ്ടം സഹിക്കുവാൻ കഴിവുണ്ട്. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത്രയും നീളമുള്ള നാക്കോ? അത്ഭുതപ്പെടുവാൻ വരട്ടെ. സത്യത്തിൽ ഇവ നാക്കല്ല കേട്ടോ, ഇതൊരു ലെതർ പൗച്ചാണ്. ഇണയെ ആകർഷിക്കാനായി ആണൊട്ടകങ്ങൾ ചെയ്യുന്ന ഒരു സൂത്രമാണിത്. ഇവ തുപ്പൽ ഉപയോഗിച്ച് കുറഞ്ഞ ശബ്ദമുണ്ടാക്കുന്നു. അത് വായിൽ നുര ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ സഞ്ചി പുറത്തേക്കിടുന്നു. ചൊറിയുന്നിടത്ത് മാന്തുന്നത് എന്തുകൊണ്ട്? ചൊറിയുന്നിടത്ത് മാന്തുന്നതാണ് ലോകത്തിലെ ഏറ്റവും സുഖമുള്ള കാര്യമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. മൂപ്പര് പറഞ്ഞത് 101% ശരിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രൂരിറ്റ്സ് അഥവാ ചൊറിച്ചിൽ നാം എല്ലാവരും ദിവസത്തിൽ 1 തവണയെങ്കിലും അനുഭവിക്കുന്ന ഒന്നാണ്. ചർമ്മത്തിലെ നാഡീകോശങ്ങളുടെ ഉത്തേജനം മൂലമുണ്ടാകുന്ന ഒരു സംവേദനമാണ് ചൊറിച്ചിൽ. മാന്തുന്നത് ഒരു തരം വേദനയാണ്. എന്നിട്ടും ചൊറിച്ചിൽ ഒഴിവാക്കാൻ നമ്മൾ അതിനെ ആശ്രയിക്കുന്നു. ഇതിന് കാരണം എന്താണെന്നാൽ നമ്മൾ മാന്തുമ്പോൾ തലച്ചോറിലേക്ക് താഴ്ന്ന നിലയിലുള്ള വേദന സിഗ്നലുകൾ അയക്കപ്പെടുന്നു. ഈ വേദന സിഗ്നലുകൾ തലച്ചോറിനെ ചൊറിച്ചിലിൽ നിന്ന് താൽക്കാലികമായി വ്യതിചലിപ്പിക്കുകയും തലച്ചോറിലെ സെറോട്ടോണിൻ എന്ന രാസവസ്തു പുറത്തുവിടുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ചൊറിച്ചിലിൽ നിന്നും ആശ്വാസം കിട്ടുന്നു. ചൊറിയുന്നിടത്ത് മാന്തുമ്പോൾ എന്തുകൊണ്ടാണ് ആശ്വാസം കിട്ടുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ബോംബാർഡിയർ ബീറ്റിൽ പലതരത്തിലുള്ള വണ്ടുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ വണ്ടിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവയുടെ അബ്ഡോമിനിൽ ഹൈഡ്രോജൻ പെറോക്സൈഡും മറ്റ് കെമിക്കൽസും ചേർന്ന് ഹൈഡ്രോക്വിനോൺ എന്ന രാസപദാർത്ഥം നിർമ്മിക്കപ്പെടുന്നു. ഇത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനുള്ള ഇവയുടെ ആയുധമാണ്. ഇതിനെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നു എന്ന് തോന്നിയാൽ ഉടനെ അകത്ത് നിന്നും ഹൈഡ്രോജൻ പെറോക്സൈഡിന്റെ ഒരു സ്ഫോടനം തന്നെ ഉണ്ടാക്കുകയും തൽഫലമായി 1 സെക്കൻഡിൽ 500 തവണ വരെ സ്പ്രേ ചെയ്യുന്നത് പോലെ യൂറിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ലോകത്തിൽ വിസർജനം വഴി രക്ഷ നേടുന്ന ജീവികളുമുണ്ടെന്ന് മനസ്സിലായില്ലേ? കണ്ണീര് വലിച്ചെടുക്കുന്ന ജീവി. ചിത്രശലഭത്തിന്റെ രൂപത്തോട് സാദൃശ്യമുള്ള മറ്റൊരു ചെറിയ ജീവിയെയാണ് മോത്സ് എന്ന് പറയുന്നത്. പൊതുവെ ചിത്രശലഭത്തിന്റെ എല്ലാവിധ സ്വഭാവങ്ങളും ഇവയ്ക്കുണ്ടായിരിക്കും. ഇതിലേറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ആമസോൺ കാടുകളിൽ മറ്റ് ജീവികളുടെ കണ്ണീര് കുടിക്കുന്ന മോത്സ് ഉണ്ടത്രേ. എത്ര വിചിത്രമാണത്! പ്രധാനമായും ചീങ്കണ്ണിയുടെ കണ്ണീരിനോടാണ് ഇവയ്ക്ക് കൂടുതൽ പ്രിയം. ഇവയ്ക്ക് ഇതിനായി ഒരു പ്രത്യേക ശരീരഭാഗം തന്നെയുണ്ട്. കണ്ടാൽ ഒരു സ്ട്രോ ആണെന്നേ തോന്നൂ. ഇതിനെ പ്രോബോസിസ് എന്നാണ് വിളിക്കുന്നത്. ഇതുപയോഗിച്ച് മറ്റ് ജീവികളുടെ കണ്ണീര് വലിച്ചെടുക്കുകയാണ് ഇവരുടെ പതിവ്. സോഡിയം വളരെയധികം ആവശ്യമാണിവർക്ക്. പ്രധാനമായും കണ്ണീരിൽ സോഡിയം വലിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ചിത്രശലഭങ്ങൾക്ക് പൂക്കളിൽ നിന്നും സോഡിയം ലഭിക്കില്ല. അതുകൊണ്ടാണ് ഇവ ഇങ്ങനെയൊരു മാർഗം സ്വീകരിച്ചിരിക്കുന്നത്. ആമയുടെ കണ്ണീര് കുടിക്കുന്ന സ്വഭാവവും ഇവരിൽ കാണാം. ഇങ്ങനെയും ഒരു ജീവിയോ?
ഒരറിവും ചെറുതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും അടുത്തൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണുന്നത് വരേക്കും നന്ദി.